നമ്മുടെ ഡെയ്സി ചെടി ഈ പോട്ട് നിറച്ചായിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പല പോട്ടിലേക്ക് ആക്കി നടണേ. ഒരു കുഞ്ഞു തൈ എനിക്ക് കിട്ടിയതാണ്. അതിന് ഞാൻ കൊണ്ടുവച്ച് നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മിക്കവാറും വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 10-20 പോട്ടിന് നടാനായിട്ടുള്ളതുണ്ട്. എൻ്റെ സ്ഥലപരിമിതി കൊണ്ടും പിന്നെ പോട്ടുകൾ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനിപ്പോൾ ഒരു 4 പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ പോട്ട് മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയുമാണ്. ഞാൻ എപ്പോഴും എല്ലാ പ്ലാന്റ്സിനും ഒരേ പോട്ട് മിക്സ് ഒന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഡെയ്സി പ്ലാന്റ് നട്ടത് കരിയില കമ്പോസ്റ്റും അതുപോലെ മണലും യൂസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ പോട്ടിൽ നിൽക്കുന്ന ഡെയ്സി പ്ലാന്റ് നട്ടേക്കുന്നത് മണലും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ്. ഇന്നിപ്പോൾ എന്തായാലും മണ്ണും മണലും ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കരിയില കമ്പോസ്റ്റ് എടുത്തിട്ടില്ല, കാരണം ഇപ്പോൾ നല്ല മഴയാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുമ്പോൾ ഈ കരിയില കമ്പോസ്റ്റും കൂടി ആയിട്ട് റൂട്ടൊക്കെ ചീഞ്ഞു പോയാലെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കരിയില കമ്പോസ്റ്റ് ആഡ് ചെയ്യാത്തത്. നമുക്കിതിനെ പോട്ടിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ വിചാരിച്ചത് മൺചട്ടി ആയതുകൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. പക്ഷേ നമ്മൾ മണലിലാണ് നട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനെ പിടിച്ചപ്പോഴത്തേനും അതിഞ്ഞു പോകുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് പല പങ്കുകളാക്കാവേ. അതിന് ഞാൻ 2 തൈ മാറ്റി വെക്കുന്നുണ്ട്. നാളെ 2 പേർക്ക് കുറച്ച് ചെടി കൊടുക്കാനുണ്ട്. കുറച്ച് ദിവസമായി എന്നോട് 1-2 ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അക്കൂട്ടത്തിൽ അവർക്ക് 2 പേർക്കും ഇതിൽ നിന്നും കൂടി ഓരോ തൈ കൊടുക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ചെറിയ തൈ കിട്ടിയതായിരുന്നു. അതിൽ നിന്ന് ഇത്രയും തൈകളാക്കി എടുത്തു. ഒരുപാട് പൂക്കളും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനെ പല പോട്ട്സിലാക്കിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റ് വേണം. ഞാനിത് നല്ല സൺലൈറ്റുള്ള ഏരിയയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ശക്തമായ വെയിലാണെങ്കിൽ മാത്രം ചിലപ്പോൾ ഇവരൊന്ന് വാടി നിൽക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അങ്ങ് ഓക്കെ ആയിക്കോളുവേ. ഈ ഡെയ്സി ചെടി തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിലവിൽ 2 കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ലാവൻഡർ കളർ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമാണ്. പോകുന്ന നഴ്സറിയിലെല്ലാം ഞാൻ അന്വേഷിക്കാറുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയതാണ്. എന്തായാലും അവരെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു 5 പങ്കാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിലവിൽ നമ്മുടെ കയ്യിൽ 4 പോട്ടാണുള്ളത്. അതിലെല്ലാം നട്ട് കഴിഞ്ഞിട്ട് ഒരു പോട്ട് എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം. നമ്മുടെ ഡെയ്സി പ്ലാന്റിൻ്റെ കുറച്ച് റൂട്ടൊക്കെ ഒന്ന് കട്ടായി പോയെന്ന് വെച്ചിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. അതങ്ങ് പിടിച്ചോളും. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പം ഇടയ്ക്കെല്ലാം മഴയാണ്, അധികം വെയിലില്ല. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല. ഇനി ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും കരിഞ്ഞ ലീവ്സോ അല്ലെങ്കിൽ ഡാമേജ് ആയ ലീവ്സോ എല്ലാം നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാവേ. അപ്പോൾ പ്ലാന്റ് ഒന്ന് നീറ്റായിട്ടിരിക്കും. അങ്ങനെ 4 പോട്ടിൽ നടാന്ന് വെച്ചത് ഇപ്പോൾ 5 പോട്ടിലത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിൽ ഹോളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അടിയിൽ കുറച്ച് ചരൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷമാണ് നമ്മുടെ ഈ പോട്ട് മിക്സ് ഇതിനകത്തേക്കെല്ലാം ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പോട്ടിൻ്റെയും ഒരു 1/4 ഭാഗം വരെ മാത്രമേ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ. അങ്ങനെ 4 പോട്ടിലും പോട്ട് മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഈ എല്ലുപൊടി ഡെയ്സി പ്ലാന്റിന് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ, എല്ലാ പ്ലാന്റ്സിലും വളരെ നല്ലതാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സിന് വന്ന ചേഞ്ചൊക്കെ പല വീഡിയോസിലായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണേ. ആദ്യം ഞാൻ വിചാരിച്ചത് ഈ ഡെയ്സി ചെടി നമ്മുടെ നാട്ടിലൊന്നും പിടിക്കില്ല എന്നാണ്. അപ്പോഴാണ് ഈ ഡെയ്സി ചെടിയുടെ ഒരു തൈ എനിക്കെൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നത്. എന്തായാലും ഞാൻ കൊണ്ടുവച്ച് നോക്കി, പിടിച്ചു കിട്ടി നിറയെ പൂക്കളായപ്പോഴാണ് ഈ ഡെയ്സി ചെടി നമ്മുടെ നാട്ടിലും എന്തായാലും പിടിക്കുന്നുള്ള സത്യം എനിക്ക് മനസ്സിലായതേ. പിന്നെന്തായാലും നമ്മൾ അതിൻ്റെ പല വെറൈറ്റീസ് അന്വേഷിച്ച് പോകുമല്ലോ അല്ലേ. അങ്ങനെ വേറൊരു വെറൈറ്റിയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് എല്ലുപൊടിയും കുറച്ച് മണ്ണിര കമ്പോസ്റ്റും കൂടി ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. എല്ലുപൊടി വളരെ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തായാലും മഴയാണല്ലോ, ഭയങ്കര ചൂടില്ലാത്തത് കൊണ്ടാണ് ഈ നടുമ്പോൾ തന്നെ ഞാൻ എല്ലുപൊടി കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതേ.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാ പോട്ടിൻ്റെയും സൈഡിലൂടെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളേ. നമ്മൾ നടുന്ന ഈ ഡേസി ചെടിയെല്ലാം എല്ലാ പോട്ടിലും ഒരുമിച്ച് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ എന്തോ ഭംഗിയായിരിക്കും അല്ലേ? അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. അന്ന് നമ്മുടെ കമ്മൽ ചെടി നടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതൊരു 4-5 പോട്ടിൽ ഞാൻ ഒരുമിച്ച് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് ആ കമ്മൽ ചെടിയാണ്, നിറച്ച് പൂക്കളായിട്ടിരിക്കുന്നത്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരേ ടൈപ്പിലുള്ള ചെടികൾ ഒരുമിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അതും ഒരേപോലുള്ള പോട്ടിലാണെങ്കിൽ ഭംഗി കൂടുതലായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരേപോലുള്ള പോട്ടൊന്നും അല്ല കേട്ടോ. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റിനെ നമുക്ക് പോട്ടിലേക്ക് വെച്ചിട്ട് കുറച്ച് പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കാവേ. എല്ലുപൊടിയും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തത് നമ്മൾ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്ലാന്റ് സെൻറ്ററിലേക്ക് വെച്ചിട്ട് ചുറ്റും കുറച്ച് പോട്ടി മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഡേസി പ്ലാന്റ് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്ത് നട്ടോളൂ കേട്ടോ. എന്തായാലും എല്ലാ ക്ലൈമറ്റിലും പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണേ. ഇവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് സമയത്ത് ഭയങ്കര കട്ട ചൂടാണ്. എന്നിട്ട് പോലും ഈ പ്ലാന്റ് നിറയെ പൂക്കളായിട്ട് ഇപ്പോൾ നിറയെ തൈകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇവിടെ ഷെയ്ഡിൻ്റെ അടിയിൽ പോലും നല്ല ചൂടാണ് അടിക്കുന്നത്. ഒരു പ്ലാന്റ് തന്നെ ഒരു ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് നിന്ന് കഴിയുമ്പോൾ അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടാവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പല പോട്ട്സിലേക്കാക്കി നട്ടാൽ മതിയേ. ഇനി ഒരു പോട്ടും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് നമ്മൾ ജെറബറ ഇരുന്ന ഒരു പോട്ട് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. കാരണം ജെറബറ അങ്ങ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 ജെറബറ ഞാൻ ഇടയ്ക്ക് മേടിച്ചിട്ട് നട്ടിട്ടുണ്ടായിരുന്നെന്ന്. അതിൽ ഒരെണ്ണം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോട്ടിലേക്ക് നമ്മുടെ ഈ ഡേസി പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം പിറക്കി ആ സ്റ്റാൻഡിലേക്ക് വെക്കണം. അപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകളിലെല്ലാം അഴുക്കായിട്ട് കിടക്കുന്ന കാരണം ഞാൻ ഓസ് വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാമെന്ന് വെച്ചിട്ട് പൈപ്പ് തുറന്ന് ഓസ് എടുത്തപ്പോഴത്തേനും വെള്ളം വരുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ വീണ്ടും പോയി പൈപ്പ് ഒന്നും കൂടിയൊക്കെ തുറന്നിട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കളയുന്നുണ്ട്. കാരണം വിശാലമായിട്ട് കഴുകാനൊന്നും ഇനിയിപ്പോൾ ടൈമില്ല, മഴ വരുന്നുണ്ടേ. നിലവിലിപ്പോൾ എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ജെറബറ പ്ലാന്റ് ഉണ്ട്. ഒരെണ്ണം അതിൻ്റെ ലീവ്സൊക്കെ മഴയത്തിരുന്നിട്ട് വല്ലാണ്ടായത് കാരണം ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലാന്റ്സ് എല്ലാം ഈ മഴയത്ത് കണ്ടിന്യൂസ് ഇരിക്കാതെ ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. എനിക്കിപ്പോൾ എല്ലാ പ്ലാന്റ്സും കൂടി മഴ പെയ്യാത്ത രീതിയിലേക്ക് മാറ്റി വെക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. അങ്ങനെ ഡേസി പ്ലാന്റിനെ എല്ലാം നമ്മൾ അവിടെ ഒരുമിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഡയാന്തസിനകത്ത് കുറച്ച് ലീവ്സ് എല്ലാം അഴുകിയും കരിഞ്ഞും ഒക്കെ പോയിട്ടുണ്ട്. അതിനെല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനകത്ത് നിന്ന് 1-2 കട്ടിങ്സൊക്കെ ഞാൻ നട്ട് വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സീനിയയിൽ യെല്ലോ സീനിയ കുറേ അഴുകി പോയിട്ടുണ്ടായിരുന്നു. ആ അഴുകിയ ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് കുറച്ച് സമയം മഴ അങ്ങോട്ട് മാറി നിന്നതാണല്ലോ. അപ്പോൾ പറ്റുന്ന പണികളൊക്കെ മാക്സിമം അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ്. അതുപോലെ നമ്മുടെ ഓറഞ്ച് സീനിയ വലിയ പ്രശ്നമില്ല. എന്തായാലും അതിൻ്റെയും തലപ്പെല്ലാം ഞാനൊന്ന് നുള്ളിക്കളയുന്നുണ്ട്. ഈ പോട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എപ്പോഴും ആ ഡ്രിപ്പർ ഒന്ന് റിമൂവ് ചെയ്യാൻ ഞാൻ മറന്നു പോകാറുണ്ട്. ഇതിനകത്ത് കുറച്ചൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ബുഷിയായിട്ട് വരട്ടെ, നിറയെ പൂക്കളാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കുന്നുണ്ട്. അതിൻ്റെയും കരിഞ്ഞ ലീവ്സ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ കരിഞ്ഞ ലീവ്സും യെല്ലോയിഷായ ലീവ്സും അതുപോലെ അഴുകിയ ഭാഗങ്ങളും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി നിർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിറയെ പൂക്കളായിട്ട് നിന്നാൽ പോലും അത്ര ഒരു വൃത്തി ഉണ്ടായില്ല കേട്ടോ. ഒരു ദാക്ഷിണ്യം വിചാരിക്കാതെ അതിനകത്തുണ്ടായിരുന്ന മുട്ടുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലേ നമുക്ക് ഇതിലും നല്ല നിറയെ പൂക്കളായിട്ട് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കണ്ടോ, നമ്മുടെ ഒരു ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ്. അത് ഇലയെല്ലാം മുരടിച്ച് നിന്നാണ്. ഞാൻ അതിനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് ഫംഗിസൈഡൊക്കെ കൊടുത്ത് NPK ഒക്കെ കൊടുത്ത് ഇപ്പോൾ ഓക്കെ ആക്കി നിർത്തിയേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ.